അല്ല, നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയനോടൊപ്പം LDF സർക്കാർ LDFന്റെ നേതാക്കന്മാരൊക്കെ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം ഞങ്ങളെ സഹായിക്കുന്നില്ല, കേന്ദ്രം സപ്പോർട്ട് തരുന്നില്ല, അതുകൊണ്ട് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, കേന്ദ്രമേ കനിയൂന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേൾക്കാത്തത്? ഒന്ന്, ഇത് പ്രോപ്പറായിട്ട് ഫണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നടക്കില്ല. അപ്പോൾ ഉറപ്പായിട്ടും BJPക്ക് എന്തത് LDFന്റെ തലയിലിടാൻ പറ്റും. കാരണം നിങ്ങളുടെ സർക്കാർ മോശമാണ്, ഞങ്ങളെ ജയിപ്പിക്കൂ എന്നാൽ ഞങ്ങൾ കുറെ കൂടി തരാം. കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന അണ്ടംകമ്പി നേതാക്കളുടെ വാക്ക് കേട്ടിട്ടാണോ ചേച്ചി ഈ പറയുന്നത്? കൃത്യമായ കണക്കും വിവരവും കൊടുക്കാതെ കേന്ദ്ര ഫണ്ട് എന്നും പറഞ്ഞ് കരഞ്ഞ കേരള ഗവൺമെന്റിനെ കോടതി വരെ വിമർശിച്ചത് ചേച്ചി കണ്ടില്ലേ? ഇനി കുറച്ച് തെളിവുകൾ ഞാൻ കാണിച്ചു തരാം. റെയിൽവേ വികസനത്തിനായി കേരളത്തിന് 3042 കോടി, പുതിയതായി 200 വന്ദേ ഭാരത്. ബഡ്ജറ്റില് സംസ്ഥാനങ്ങൾക്ക് 1.5 ലക്ഷം കോടി, കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് കരുതൽ 1.5 ലക്ഷം കോടി രൂപ പലിശരഹിത വായ്പ നൽകും. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ളതാണ്. കേരളത്തിന് പാലക്കാട് IITക്ക് ഫണ്ട്. രാജ്യത്തെ 5 IITകൾക്ക് 500 കോടി വികസന ഫണ്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര ബജറ്റ്. ഇതിന്റെ ഭാഗമായി പാലക്കാട് IITക്ക് 100 കോടി രൂപ വികസന ഫണ്ടായി ലഭിക്കും. പാലക്കാട് കേരളത്തിലല്ലേ? കേരള ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ വികസനം 405 കോടി അനുവദിച്ച് കേന്ദ്ര സർക്കാർ. വയനാടിന് ആശ്വാസം 530 കോടി വായ്പ അനുവദിച്ച് കേന്ദ്രം. കോടികൾ വരുന്നു. സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം. വടകരയിലെ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ ഒരുങ്ങുന്ന മലബാറിന്റെ കൾച്ചറൽ ക്രൂസിബിളിലേക്കുള്ള ഗ്ലോബൽ ഗേറ്റ്വേ പദ്ധതിക്കായി പണം അനുവദിച്ച് കേന്ദ്ര ടൂറിസം മന്ത്രാലയം. 95.34 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. കേരളത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ. പാലക്കാട് മലപ്പുറം ബൈപ്പാസിന്, തിരുവനന്തപുരം ഔട്ടർ റോഡിന്, അങ്കമാലി ബൈപ്പാസിന്. പ്രളയ ഫണ്ട് കേരളത്തിന് 153.20 കോടി അനുവദിച്ച് കേന്ദ്ര സർക്കാർ. തൃശൂർ കോർപ്പറേഷനിലെ വൈദ്യുത വിഭാഗത്തെ കേന്ദ്ര സർക്കാരിന്റെ RDSS പദ്ധതിയിൽ ഉൾപ്പെടുത്തി 135 കോടി രൂപ ഫണ്ട് അനുവദിച്ചു. ഇത്രയൊക്കെ കേന്ദ്രം ഇങ്ങോട്ട് തരുമ്പോൾ ഇവന്മാർ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് നോക്കിക്കോണേ. ചേച്ചി അതിനും കൂടെ ഒന്ന് ഉത്തരം തരണേ. ലൈഫ് മിഷനിൽ നിന്ന് 136 കോടി തിരിച്ചെടുത്തു. കാർഷിക മേഖലയ്ക്ക് ലോകബാങ്ക് നൽകിയ 140 കോടി വകമാറ്റി. ജല അതോറിറ്റി ഖജനാവിൽ നിക്ഷേപിച്ച 770 കോടി കാണാനില്ല. ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ നോക്കുമ്പോൾ KSEBയുടെ 495 കോടി കാണാനില്ല. ഇനി ഒരു വകമാറ്റിയ കണക്ക് കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും ചികിത്സാ ചെലവ് 72,85,897 രൂപ അനുവദിച്ച് ഉത്തരവ്. ഇനി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ കുറവാണെന്നും പറഞ്ഞ് കരഞ്ഞാലും അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. കേന്ദ്രവീതം പങ്കുവെക്കുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. സംസ്ഥാനത്തിന്റെ വലിപ്പം, അവിടുത്തെ ജനസംഖ്യ, സ്ത്രീ പുരുഷ അനുപാതം, അങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങൾ. അതിനനുസരിച്ചാണ് കേന്ദ്രം ഓരോ സംസ്ഥാനത്തിനുമുള്ള വിഹിതം നിശ്ചയിക്കുന്നത്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായി കിട്ടുന്നുമുണ്ട്. എന്നാലും ഇവിടുത്തെ കരച്ചില് നിൽക്കത്തില്ല. ഇവിടെ ഇപ്പോഴും പറഞ്ഞു കിടക്കുന്നത് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി പ്രധാനമന്ത്രി വൃദ്ധയോജന എന്നൊരു സ്കീമിന് വേണ്ടി പൈസ അനുവദിച്ചു കൊടുത്തിട്ടും കേരളത്തിൽ അത് നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത്. അപ്പൊ ഇത്രയൊക്കെ കിട്ടിയിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് കരയുന്നത് കൈയിട്ട് വാരാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുന്നതാണോ എന്നാണ് സംശയം.